അയർലൻഡ് ഇവിടെ വന്ന് കാലുകുത്തിയ നിമിഷം മുതൽ അയർലൻഡ് എന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം എയർപോർട്ടിൽ വന്നപ്പോൾ കിട്ടിയ റിസപ്ഷൻ, സോ ഹംബിൾ, സോ ഹാപ്പി, സോ താങ്ക്ഫുൾ ഫോർ ഓൾ ദ ലവ് ആൻഡ് റിസപ്ഷൻ ദാറ്റ് വി ഗോട്ട് അറ്റ് എയർപോർട്ട്. അത് കഴിഞ്ഞ പിറ്റേ ദിവസം നല്ല വെയിലായിരുന്നു. ഇന്ന് ഇവിടെ വരുമ്പോൾ ഭയങ്കര മഴ. അപ്പൊ അങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ഇവിടെ വന്ന് നിങ്ങളെ കണ്ടപ്പോഴാണ്. കാരണം എന്റെ അറിവിൽ 80,000-ഓളം മലയാളികളാണ് അയർലൻഡിലുള്ളത്, അപ്രോക്സിമേറ്റ്ലി. ഇതൊരു 5 ലക്ഷത്തിന്റെ പവർ ഉണ്ട് നിങ്ങൾക്ക്. എനർജി. ഒരുപാട് സന്തോഷം. ഒട്ടും പ്രതീക്ഷയല്ല ഇത്രയും വലിയൊരു റിസപ്ഷൻ, ഇത്രയും വലിയൊരു സദസ്, ഈ ഒരു സ്നേഹം, ഈ ഒരു അംഗീകാരവും, ഈ ഒരു അക്സെപ്റ്റൻസും, അത് ഒരുപാട് നന്ദി. നിങ്ങളോട് എല്ലാവരോടും പേഴ്സണലി അറിയിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മള് പോകെ നമുക്ക് കുറച്ച് സമയം നമുക്ക് ചിലവഴിക്കാനുണ്ട്. സോ ഹോപ്പ്ഫുള്ളി അത് നമുക്കുള്ള സമയം കിട്ടും. എന്തായാലും പിന്നെ ഒരുപാട് കാര്യങ്ങള് എനിക്ക് വേണ്ടി ഒരാള് പാട്ട് പാടി അല്ലേ, എനിക്ക് വേണ്ടി ഒരാൾ ഡാൻസ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ ഉറപ്പായിട്ടും ഈ ഇപ്പൊ ഒരു അഭിനേതാവുള്ള എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഡാൻസ് പെർഫോമർ എന്നുള്ള രീതിയിൽ എല്ലാവരും നിങ്ങളെല്ലാവരും എനിക്ക് തന്നിട്ടുള്ള സ്നേഹത്തിനും അംഗീകാരത്തിനും മുന്നിൽ I am so humble, so I am here to entertain you guys. So ഏതൊക്കെ രീതിയിൽ എനിക്ക് നിങ്ങൾ എന്റർടൈൻ ചെയ്യാൻ സാധിക്കും, I will do that for sure. That is done deal. പക്ഷെ എന്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ടാവണം. എന്തൊരു പ്ലെയിനുകളാണ് നമ്മൾ കടകളിൽ. നമ്മളെ മലയാളികളാണ് ഏറ്റവും നല്ല CCTV-കാരെന്ന് പറയുന്നത്. കാരണം ഒരു പ്ലെയിൻ പഠിക്കുന്ന എല്ലാവരും സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യുന്നുണ്ട്, ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ ഉറപ്പിച്ചിട്ട് പോകാറുണ്ട് അല്ലേ. സോ എനിവേ താങ്ക് യു അയർലൻഡ്. കാരണം ഇത്രയും വലിയൊരു ഒരു ജനസദസ് തീരെ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഫ്രം മൈ ഹാർട്ട്. ആൻഡ് എന്തോ ഒരുപാട് നന്ദി. കാരണം ഇപ്പോ എനിക്കറിയാം ഓഫീസ് ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്നേഹം, ആ ഒരു ഓഫീസ് ഓൺ ഡ്യൂട്ടി സിനിമയുടെ വിജയത്തിന്റെ ഒരു സ്നേഹവും നിങ്ങളുമായിട്ട് നേരിട്ട് പങ്കിടാനുള്ള ഒരു അവസരങ്ങൾ ലഭിച്ചിരിക്കുകയാണ്. എന്റെ കൂടെ ആ സിനിമയുടെ ഒരു പ്രൊഡ്യൂസറും കൂടെ ഉണ്ട്, രഞ്ജിത് നായർ. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ഗോ ടു ദി ബേസിക്സ്. നേരത്തെ ഈ വേദിയിലുണ്ടായിരുന്ന എല്ലാ മഹത് വ്യക്തികളോടും ആദ്യം തന്നെ എന്റെ നന്ദി അറിയിക്കുകയാണ് ഫോർ ബീയിങ് ഹിയർ, ഫോർ മേക്കിംഗ് ദിസ് ഇവന്റ് എ വണ്ടർഫുൾ വൺ. All the government officials, the mayor, the deputy mayor, the minister, all the others on the dais, Matter Hospital, the media, the bodyguards, everyone. And ഞാൻ ആദ്യം തന്നെ വൈകിയതിന് ഇച്ചിരി ക്ഷമ ചോദിക്കുകയാണ്. കാരണം നമുക്കറിയാം മഴയുടെ ഒരു ചെറിയ ഭീഷണി നമുക്കുണ്ടായിരുന്നു. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങാനായിട്ട് താമസിക്കാനുള്ള കാരണം ആക്ച്വലി ആസ് ഓൾവേസ് പെണ്ണുങ്ങളാണ് കാരണം അല്ലേ. പക്ഷേ ദിസ് വാസ് സ്വാഭാവികം. പക്ഷേ ദിസ് ടൈം ഇറ്റ് വാസ് ഫോർ അനദർ റീസൺ. ഭാര്യ കാരണം തന്നെയാണ് താമസിച്ചത്. പക്ഷെ അത് മഴ മാറാൻ വേണ്ടി പുള്ളിക്കാരുടെ പ്രത്യേക പ്രാർത്ഥനയും പൂജയും വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ മാറി നല്ല പ്രശാന്ത സുന്ദരമായി നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാവുന്ന ഒരു ക്ലൈമറ്റ് ആണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. സോ ലെറ്റ്സ് മേക്ക് ദിസ് happen. Let's have a good time, great time. I am here. നിങ്ങളോടൊപ്പം, നിങ്ങളോട് കൂടെ എന്നും നിങ്ങളുടെ സ്വന്തം ചാക്കോസിനായിട്ടാണ് ഞാനുണ്ട്. ഒരുപാട് നന്ദി. എനിക്കറിയാവുന്ന കുറച്ച് മുഖങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. കുറെ വർഷങ്ങൾക്ക് ശേഷം കാണുന്ന സുഹൃത്തുക്കളുണ്ട്. എന്നെ എന്തെങ്കിലും ആലോചന. അപ്പം എന്താ പറയാ, 2006 ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് അയർലൻഡിലും അതേപോലെ തന്നെ ബെൽഫാസ്റ്റിലും 2 ഇവന്റ്സിന് വേണ്ടിയിട്ടായിരുന്നു വന്നത്. സോ അന്ന് സുഖം താങ്ക് യു. അന്ന് ഒരു പ്രോഗ്രാമായിട്ടാണ് വന്നത്. ഇവിടെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഐ എം നോട്ട് എ ഗസ്റ്റ്, ഐ എം എ ഹംബിൾ എന്റർടൈനർ ഫോർ ഓൾ യു ഗൈസ്. യു പീപ്പിൾ ആർ മൈ ഗസ്റ്റ്. ഞാൻ നിങ്ങളുടെ ഒരു എന്താ പറയാ, നിങ്ങളുടെ ഒരു ആതിഥേയത്വം സ്വീകരിക്കുന്നതിന് പകരം ഞാൻ നിങ്ങളുടെ ഒരു ആതിഥേയനായിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. സോ താങ്ക് യു. ആൻഡ് ഐ തിങ്ക് മൈൻഡ് ബഗാമേള ഇസ് സംതിങ് യുണീക്. കഴിഞ്ഞ 2 വർഷവും ഇവരെന്നെ വിളിച്ചില്ല, അതിനുള്ള സങ്കടം എനിക്കുണ്ട്.
പക്ഷേ when I come this time, this is the third time and this is getting better and better, greater and greater. So അടുത്ത വർഷം ഇതിനേക്കാളും ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. 80,000-ഓളം മലയാളികൾ എന്നുള്ളത് വീണ്ടും വീണ്ടും കൂടട്ടെ. കാരണം എനിക്കറിയാം ഐറിഷ് സൊസൈറ്റിയും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയും നമ്മളെല്ലാവരും ഇടുകൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. സോ ഐ താങ്ക് ദ ഐറിഷ് കൺട്രി ആൻഡ് ദ പീപ്പിൾ ഫോർ ദാറ്റ്. ഇവിടെ വീട്ടിൽ നിന്നപ്പോൾ ഒരുപാട് ഐക്കൺസിന്റെ അവാർഡുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. സോ ഹാപ്പി ടു സീ സോ മെനി ടാലൻസ് ഇൻ ദ ഫ്യൂച്ചർ. പ്രത്യേകിച്ച് ദ നെക്സ്റ്റ് ജനറേഷൻ കമ്മിങ് അപ്പ് വിത്ത് സോ മെനി വണ്ടർഫുൾ ഗിഫ്റ്റഡ് ടാലൻസ് ആർ ഹിയർ. സ്പോർട്സിലാണെങ്കിലും ആർട്സിലാണെങ്കിലും intellectual രീതിയിലൊക്കെ ആണെങ്കിലും. സോ ഹാൻഡ്സ് putting up hands for all those guys. അത് കല്യാണം വേറെ ഒന്നുമില്ല. നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചോ? കഴിച്ചു? ഇവിടെ ഇല്ലേ? വാങ്ങി തരുമോ? എല്ലാം ഈ ശേഷിയുടെ പോലെ ഇവിടെ രണ്ടോ മൂന്നോ ഏത് പാട്ടിന്റെ വേണം? ഏത് ഡാൻസ് പറയുന്നുണ്ട്? രണ്ട് എക്സ്പീരിയൻസ് ആണ്. അടിപൊളി. എന്നാ കേസ് ഡെയിലി കൂടുതൽ നമുക്ക് എത്ര പേർക്ക് രണ്ട് സ്റ്റെപ്പ്